ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എൻ്റർടൈൻമെൻറ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് നമ്മുടെ റെനോയുടെ ട്രൈബറാണ്. ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഒരു 5 സീറ്റർ എടുക്കുന്ന വിലയിൽ ഒരു 7 സീറ്റർ എന്ന വാഹനം, അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ എതിരാളിയായിട്ട് നമുക്ക് വേണമെങ്കിൽ സ്വിഫ്റ്റിനെ കൺസിഡർ ചെയ്യാം, ടാറ്റ ടിയാഗോ കൺസിഡർ ചെയ്യാം. അങ്ങനെയുള്ള വാഹനങ്ങൾ അതിൻ്റെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് വരുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത, ഈ ഒരു കോമ്പറ്റീറ്റർ വാഹനങ്ങളെല്ലാം ഒരു 5 സീറ്റർ വാഹനമാണ്, ഇത് ഒരു 7 സീറ്ററാണ്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഈ ഒരു വാഹനത്തിന് ഇപ്പോൾ എതിരാളി ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ എർട്ടിഗയൊന്നും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു കോമ്പറ്റീറ്ററായിട്ട് ഒരിക്കലും പരിഗണിക്കാൻ സാധിക്കത്തില്ല. കാര്യം ഇതിൻ്റെ ഒരു ബേസ് മോഡൽ, അത് ഈ കിടക്കുന്നത് ഇതിൻ്റെ ഒരു എൻട്രി ലെവലായ ബേസ് മോഡലാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 7,29,000 നേരത്തെയുള്ള പ്രൈസ് 7,69,000. എല്ലാ ബ്രാൻഡുകളും വില കൂട്ടുന്ന സമയത്ത് നമ്മുടെ റെനോ എന്ന ബ്രാൻഡ് വില കുറയ്ക്കുകയാണ് ചെയ്തത്. നിലവിൽ നമുക്ക് ഏകദേശം കഴിഞ്ഞ വർഷത്തെക്കാട്ടി ഒരു 40,000 രൂപ വില കുറച്ചാണ് നിലവിൽ ഈ ഒരു വാഹനം നമുക്ക് വിൽക്കുന്നത്. 7,29,000 രൂപ ഓൺ റോഡ് വിലയിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു പ്രൈസിന് ഒരു 7 സീറ്റർ വാഹനം വേറെ ഒരു ബ്രാൻഡും നൽകുന്നില്ല. അപ്പം ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു വാഹനം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന് ഒരു 5 സീറ്റർ എടുക്കേണ്ട വിലയിൽ നിങ്ങൾക്കൊരു 7 സീറ്റർ വാഹനം പരിഗണിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് വാഹനം ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വിശേഷങ്ങളിലേക്ക് കിടക്കാം. അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. 1-2 കാര്യങ്ങൾ നിങ്ങൾ എക്സ്ട്രാ ചെയ്താൽ മതിയാവും. ഒരുപാട് പേയ്മെൻറ്റ് നിങ്ങൾ മുടക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു 80,000 ഒക്കെ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വാഹനം സ്വന്തമാക്കാൻ പറ്റും. ഒരു 7 വർഷത്തേക്ക് ഫിനാൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 10,000, 10,500 റേഞ്ചിൽ നമുക്ക് EMI നിൽക്കും. 8 വർഷവും ചിലപ്പോൾ കിട്ടാൻ സാധ്യത. പക്ഷേ 8 വർഷത്തേക്ക് പോകേണ്ട കാര്യമില്ല. EMIക്കകത്ത് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. 500 രൂപയുടെ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ 7 വർഷം തന്നെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതൊരു സാധാരണക്കാരൻ്റെ വാഹനമാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്കൊക്കെ നമുക്കൊന്ന് കിടക്കാം. പിന്നെ നമ്മൾ നിൽക്കുന്നത് കൊല്ലത്താണ്. കൊല്ലത്ത് നമ്മുടെ റെനോയുടെ ഷോറൂമിലാണ് നമ്മൾ നിൽക്കുന്നത്. കൊല്ലമാണ് നമ്മുടെ സ്ഥലം. താഴെ ഞാനൊരു നമ്പർ നൽകിയിട്ടുണ്ട്. അർഷാദ് എന്നാണ് നമ്മുടെ സുഹൃത്തിൻ്റെ പേര്. അപ്പോൾ കൊല്ലം ഷോറൂമിലേക്ക് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അർഷാദിനെ ഒന്ന് വിളിച്ചിട്ട് വരിക. അഥവാ അർഷാദിനെ വിളിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന സമയത്ത് അവൻ്റെ പേരൊന്ന് പറഞ്ഞേക്കാം. നമ്മുടെ സുഹൃത്താണ്. പറഞ്ഞതിന് ശേഷം ഷോറൂമിൽ നമ്മൾ തിരക്കിയാൽ മതി അർഷാദിൻ്റെ കാര്യം. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് ചെയ്ത് തരുന്നതായിരിക്കും. എവിടെയുള്ളവർക്കും വിളിക്കാം, തിരുവനന്തപുരത്തുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് തരും. അപ്പോൾ ഇതിലേക്ക് വരാം. ഇതൊരു ബേസ് മോഡലാണെന്ന് പറഞ്ഞു. ഇതിലെന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു ഫ്രണ്ടിൽ ഇപ്പോൾ ഒരുപാട് ക്രോം ആവരണങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. ടോപ്പ് എൻഡോട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതൊരു ബേസ് മോഡലാണ്. അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് ഗ്രില്ലിൽ നമുക്ക് ക്രോം എലമെൻറ്റുകൾ നൽകിയിട്ടില്ല. പക്ഷേ എക്സ്ട്രാ നിങ്ങൾ അത് ആഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ആ ഒരു ലുക്ക് വൈസ് നോക്കുന്ന സമയത്ത് അത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു റെനോയുടെ ഒരു ലോഗോ നമുക്ക് നല്ല രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഇവിടെ വരുന്ന സമയത്ത് പ്രൊജക്ടർ ടൈപ്പ് എല്ലാം യൂണിറ്റാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുള്ളത്. അതായത് നോർമലി ബേസ് മോഡലൊക്കെ ഹാലജൻ ടൈപ്പ് നൽകുന്ന സമയത്ത് ഈ ഒരു മോഡലിൽ നമുക്ക് മറ്റുള്ള കോമ്പറ്റീറ്റർ നോക്കുന്ന സമയത്ത് ഇതിൽ നമുക്ക് പ്രൊജക്ടർ ടൈപ്പ് എല്ലാം യൂണിറ്റ് നൽകി. അപ്പോൾ അവിടെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫോഗ് ലാമ്പിൻ്റെ സ്ലോട്ട് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ബേസ് മോഡലിലും മറ്റൊരു വാഹനങ്ങളിലും ഫോഗ് ലാമ്പ് അങ്ങനെ നൽകാറില്ല. അപ്പോൾ ഇത് നമുക്ക് ഫോഗ് ലാമ്പ് വരുന്നില്ല. പിന്നെ ഒരു ക്രോം എലമെൻ്റ് ഉണ്ട്. നിങ്ങളത് ആഫ്റ്റർ മാർക്കറ്റ് അല്ലെ ഷോറൂം ഡെലിവറി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കത് മേടിച്ച് വെക്കാവുന്നതാണ്. ഇവിടെ ഒരു ക്രോം എലമെൻറ്റ് വെച്ചാൽ തന്നെയും ആ ഒരു ഫിനിഷിങ്ങിലേക്ക് വരുന്നതാണ്. ഫോഗ് ലാമ്പ് ചെയ്തില്ലെങ്കിലും പ്രശ്നം വരുന്നില്ല. ചെറിയ എമൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ക്രോം എലമെൻറ്റ് എക്സ്ട്രാ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ആ ഒരു എയർ ഡാമിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം എന്താ പറയുക എയറിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ എയർ ഡാമിൽ നൽകിയിട്ടുണ്ട്. അവിടെയും നമ്മൾ എക്സ്ട്രാ ആക്സസറീസ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. പിന്നെ എനിക്കും എടുക്കാനായിട്ട് ആഗ്രഹമുള്ളൊരു വാഹനമാണിത്. നമ്മൾ നോക്കുന്നുണ്ട് എടുക്കാനായിട്ട്. കുറച്ച് EMI കിടക്കുന്നതുകൊണ്ടാണ് നമ്മളിത് നോക്കാത്തത്. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ഈ ഒരു വാഹനം ഞാൻ എടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിൽ. ഒരു 2-3 മാസം കൂടിയതിനുള്ളിൽ നമ്മൾ ഈ ഒരു വാഹനം ബുക്ക് ചെയ്ത് നമ്മൾ സ്വന്തമാക്കും. ബേസ് മോഡൽ തന്നെ 7 സീറ്റർ വാഹനം വേണം എന്നൊരു ആവശ്യം ഉള്ളതുകൊണ്ടാണ്. വേറൊന്നുമില്ല. ഫ്രണ്ടിൽ പറയാൻ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഫ്രണ്ട് പോർഷൻ കമ്പനി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടൊന്നുമില്ല. ഇപ്പോൾ വീൽ കപ്പ് നമ്മൾ എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് ആഡ് ചെയ്യണം. അതിനും വലിയ കോസ്റ്റ് വരുന്നൊരു സാധനമല്ല വീൽ കപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് മേടിച്ചിടാവുന്നതേ ഉള്ളൂ. 4 വീൽ കപ്പ് മേടിച്ചൊന്നുമല്ല, അങ്ങനെ കാര്യമൊന്നുമല്ല. C8 ടയറാണ് വാഹനത്തിൽ നൽകിയത്. 14 ഇഞ്ച് വരുന്ന ടയർ സൈസ്. 165/80R14 ആണ് ടയർ സൈസ് വരുന്നത്. അതുകൊണ്ട് ഈ ഒരു പോർഷനിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ നൽകി. അതുപോലെ നമുക്കൊരു പോരായ്മയായിട്ട് പറയാനായിട്ട് സാധിക്കത്തില്ല. നല്ല ഫിനിഷിങ്ങിൽ തന്നെ അവിടെ ചെയ്തിട്ടുണ്ട്. മിറർ ബ്ലാക്ക് കളറാണ്. നിങ്ങൾക്കത് മേടിച്ചതിന് ശേഷം ഈ ഒരു സിൽവർ കളർ വാഹനമാണിത്. ആ ഒരു ഫിനിഷിങ്ങിൽ തന്നെ സ്റ്റിക്കർ വർക്ക് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ 2,500 ആ ഒരു റേഞ്ച് മുടക്കിക്കൊണ്ട് 2 മിററും അതോ ഡോർ ഹാൻഡിൽസും നിങ്ങൾക്ക് പെയിൻ്റ് അടിച്ച് ആ ഒരു ബോഡി കളറിലേക്ക് മാറ്റി എടുക്കാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ മിറർ മാത്രം പെയിൻറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ക്രോം എലമെൻറ്റ് നമുക്ക് എക്സ്ട്രാ ആഫ്റ്റർ മാർക്കറ്റ് ഇവിടെ ഷോറൂമിൽ തന്നെ കിട്ടും മേടിക്കാനായിട്ട്. അത് മേടിച്ചിട്ട് കഴിഞ്ഞാലും ആ ഒരു ഫിനിഷിങ്ങിലേക്ക് വാഹനം
വരും. പിന്നെ സൈഡിൽ നിന്ന് വേറെ സ്റ്റിക്കർ വർക്കുകളോ കാര്യങ്ങളൊന്നും വരുന്നത്. ഇപ്പോൾ ടോപ്പ് എൻഡിലൊക്കെ ആണെങ്കിൽ ഒരു ബ്ലാക്ക് സ്റ്റിക്കറിംഗ് ഒക്കെ വരുന്നുണ്ട്. അതൊന്നും നമ്മൾ എക്സ്ട്രാ ചെയ്യേണ്ട കാര്യമില്ല. ഇത് തന്നെ അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണ് വരുന്നത്. ഒരു റൂഫ് റെയിൽ നമുക്ക് എക്സ്ട്രാ വെക്കാവുന്നതാണ്. ഒരുപാട് പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും വരത്തില്ല. റൂഫ് റെയിൽ എക്സ്ട്രാ വെച്ച് കഴിഞ്ഞാൽ സൈഡ് പ്രൊഫൈൽ നീറ്റ് ആൻഡ് ക്ലീനിലേക്ക് വരും. അപ്പോൾ ഫ്രണ്ട് നമ്മൾ നോക്കിയപ്പോൾ ആ ഒരു ക്രോം എലമെൻറ്റ് ചെയ്താൽ മതി. സൈഡിലേക്ക് വന്ന സമയത്ത് ഒരു വീൽ കപ്പ് ഇട്ട് ഇവിടെ ഒരു ക്രോം എലമെൻറ്റും വെച്ച് മിറർ ഒന്ന് പെയിൻറ്റ് ചെയ്ത് ഒരു റൂഫ് റെയിൽ ഇട്ട് കഴിഞ്ഞാൽ സൈഡ് പ്രൊഫൈൽ നല്ല ഫിനിഷിങ്ങിലേക്ക് വരും. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരുപാട് പേയ്മെൻ്റ് ഒന്നും ആവശ്യമില്ല. ചെറിയ എമൗണ്ടിൽ തന്നെ നല്ല രീതിയിലേക്ക് ഈ ഒരു വാഹനത്തെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് പുറകിലേക്ക് വരാം. പുറകിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടൊന്നുമില്ല. എന്നാലും നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊരു സിൽവർ വാഹനം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് ഈ ഒരു സിൽവർ. നമുക്കൊരു 4-5 വർഷമായാൽ പോലും ഈ ഒരു ഫിനിഷിങ്ങിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് കിടക്കുന്നതാണ്. വേറെ ഡീഫോഗ് അലയൻസ്, റിയർ വൈപ്പർ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ട്രൈബർ എന്നൊരു ബാഡ്ജിങ് വരുന്നുണ്ട്. റെനോയുടെ ഒരു ലോഗോ കൂടി നൽകിയിട്ടുണ്ട്. റിവേഴ്സ് സെൻസർ നമുക്ക് അവൈലബിൾ ആണ്. വേറെ കാര്യങ്ങളൊന്നും പറയാനായിട്ടൊന്നുമില്ല. ഇതാണ് സ്റ്റോറേജ് സ്പേസ് വരുന്നത്. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം നമ്മുടെ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ട്രൈബറിൻ്റെ ഒരു ഫുൾ ഓപ്ഷനാണ്, ബ്ലാക്ക് എഡിഷനാണ്. ഈ ഒരു സീറ്റ് വളരെ സിമ്പിളായിട്ട് ഞാനൊന്ന് കാണിച്ചു. ഇളക്കി മാറ്റി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. സ്റ്റോറേജ് സ്പേസ് കൂട്ടുകയാണ്. ഇത്രയേ ഉള്ളൂ കാര്യം. ഈ ഒരു സീറ്റ് ഇളക്കി മാറ്റുന്നതിന് വളരെ സിമ്പിളായിട്ട് ഇളക്കി സ്റ്റോറേജ് സ്പേസ് കൂട്ടി ഉപയോഗിക്കാവുന്നതാണ്. 6 പേരെ പോകുന്നുള്ളൂ എങ്കിൽ സീറ്റ് ഇളക്കി മാറ്റി സ്റ്റോറേജ് സ്പേസ് കൂട്ടാം. അതല്ല 7 പേര് പോകുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം 1-2 ബാഗുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാം. 6 പേരെ ഉണ്ടെന്നുണ്ടെങ്കിൽ സീറ്റ് ഇളക്കി മാറ്റാം. 5 പേരെ ഉണ്ടെന്നുണ്ടെങ്കിൽ സീറ്റ് ഇളക്കിയാൽ വളരെയധികം സ്പേസ് നിങ്ങൾക്ക് കിട്ടും. ഒരു 5 സീറ്റർ വാഹനത്തിലെ കാട്ടി കൂടുതൽ സ്പേസ് കിട്ടും. ഹെഡ് റെസ്റ്റ് കണ്ടു, അപ്പോൾ അത് ബോധ്യമായി. തേർഡ് റോയിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് അവൈലബിൾ ആണ്. ഇനി അകത്തേക്ക് വരാം. അകത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഇന്റീരിയർ ഡിസൈനിൽ കുറച്ച് മാറ്റങ്ങൾ ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യം വരുന്നതാണ് ഈ ഒരു മിറർ നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ കമ്പനി നൽകിയിട്ടുണ്ട്. ഇതിപ്പോൾ പുതുതായിട്ട് വന്നൊരു മാറ്റമാണ്. പിന്നെ വന്നൊരു മാറ്റം ഈ ഒരു സ്റ്റിയറിംഗ് നമുക്ക് ഈ ഒരു രീതിയിൽ ഹൈറ്റും കാര്യങ്ങളും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിപ്പോൾ നമുക്ക് പുതുതായിട്ട് വന്നൊരു മാറ്റമാണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അത്യാവശ്യമായിട്ട് വേണ്ടുന്ന ഒരു ഫീച്ചർ തന്നെയാണ്. 2 ഡോർ പവർ വിൻഡോ നമുക്ക് അവൈലബിൾ ആണ്. 2 ഡോറിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. പുറകിലിരിക്കുന്നവർക്ക് അങ്ങനെ ഗ്ലാസ് ഇതാക്കേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല. ഡ്രൈവർക്കും പാസഞ്ചർക്കുമാണ് മെയിനായിട്ട് നമുക്ക് ആവശ്യം വരുന്നത്. എക്സ്ട്രാ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യം തന്നെ ഒന്നുമില്ല. അതിനകത്ത് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കൊണ്ട് നടക്കാനായിട്ട് പറ്റും. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ആവശ്യം വരുന്നില്ല. നല്ലൊരു സീറ്റും പൊസിഷനാണ്. കാര്യം ഈ ഒരു സ്റ്റിയറിംഗ് വീല് ശകലം താത്ത് കഴിഞ്ഞാൽ നല്ലൊരു പൊസിഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഫീച്ചർ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. എയർ ബാഗ് കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അകത്തേക്ക് നോക്കാം. ഫുള്ളി ഡിജിറ്റലാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നൽകിയിട്ടുള്ളത്. ഈ ഒരു ഡിസൈൻ പാറ്റേൺ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. റെനോ വാഹനങ്ങളിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ അവർ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കുന്ന സമയത്ത് ഓവറോൾ നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ ഡിസൈനൊക്കെ നോക്കുന്ന സമയത്ത് ബ്ലാക്ക് അതുപോലെ ഒരു ബീച്ച് കളറിൻ്റെ കോമ്പിനേഷനാണ് ഡാഷ്ബോർഡിൽ നൽകിയിട്ടുള്ളത്. ഇവിടെ എക്സ്ട്രാ ചെയ്യേണ്ടത് നമ്മളൊരു സെൻട്രൽ ലോക്ക് ചെയ്യണം. ഏകദേശം ഒരു 3000-4000 റേഞ്ച് തന്നെ കോസ്റ്റ് വരുന്നത്. ഒരു സ്റ്റീരിയോ ചെയ്യുക, ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15,000 രൂപയ്ക്ക് അകത്ത് സ്പീക്കറും റിവേഴ്സ് ക്യാമറയും ഒരു ടച്ച് സ്ക്രീൻ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു വാഹനത്തിൽ. വേറെ ഒന്നും നിങ്ങൾ എക്സ്ട്രാ ഈ ഒരു ഇന്ത്യൻ ഡിസൈനിൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. താഴേക്ക് നോക്കുന്ന സമയത്ത് AC-യുടെ കൺട്രോൾസ് ഒക്കെ നൽകിയിട്ടുണ്ട്. ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. ഹസാർഡ് ട്രാക്ഷൻ കൺട്രോൾ ബട്ടൺ കൂടി നൽകിയിട്ടുണ്ട്. റെനോൾഡ് ലോഗോയും വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്ത് നൽകി. പിന്നെ താഴേക്കൊക്കെ നോക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു വാഹനത്തിൽ 5 സ്പീഡ് ഗിയർ ബോക്സ് നൽകിയിട്ടുള്ളത് കാണാം. ചാർജിങ് സോക്കറ്റ് അവൈലബിൾ ആണ്. ഫോൺ ഹോൾഡ് ചെയ്യാനൊക്കെ നല്ല രീതിയിലുള്ള സ്പേസുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസുകൾ കമ്പനി നൽകിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ എല്ലാം ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സീറ്റിൻ്റെ കളറൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ബ്ലാക്കും അത് ലൈറ്റ് കളറിൻ്റെ കോമ്പിനേഷനാണ് വരുന്നത്. അതുപോലെ സ്റ്റോറേജ് സ്പേസ് നല്ല രീതിയിൽ കമ്പനി നൽകിയിട്ട് ടോപ്പ് എൻഡിലൊക്കെയാണ് ഇവിടെയൊക്കെ സ്റ്റോറേജ് സ്പേസ് വരുന്നത്. ഇവിടെ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. മിററോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് ഇവിടെ ഈ ഒരു സെയിം ഫുൾ ഓപ്ഷനിൽ വരുന്ന സെയിം സാധനം നമുക്ക് മേടിച്ച് വെക്കാൻ സാധിക്കും. പിന്നെ ഈ ഒരു മിറർ നമുക്ക് ഈ ഒരു ലൈറ്റ് നമുക്ക് LED ആയിട്ടുണ്ട്. അത് നമുക്ക് പുതുതായിട്ട് വന്ന ഒരു മാറ്റമായിട്ട് നമുക്ക് എടുത്ത് പറയാനായിട്ട് സാധിക്കും. പിന്നെ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ, അതായത് റിയർ സൈഡിലെയും സീറ്റ് ബെൽറ്റ് റിമൈൻഡർ നമുക്ക് പുതുതായിട്ട് ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുണ്ട് ഫീച്ചറായിട്ട്. വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ കമ്പനി ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്ട്രാ ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. ഇനി നമുക്ക് ഇവിടുന്ന് തന്നെ റിയർ സീറ്റിലേക്ക് കയറി അവിടുത്തെ കാര്യങ്ങളൊന്ന് നോക്കാം. റിയർ സീറ്റിലേക്ക് കയറുന്ന സമയത്ത് വളരെ കംഫർട്ടായിട്ട് 3 പേർക്ക് ഇരിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു സെൻട്രൽ ടണലിൽ ഹൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നടുക്കിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടില്ല. ഹെഡ് റെസ്റ്റ് റിയർ സീറ്റിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കമ്പനി നൽകിയിട്ടുണ്ട്. റിയർ ഡോറിൽ പവറിൻ്റെ വരുന്നില്ല, അതിൻ്റെ ആവശ്യം വരുന്നില്ല. റിയർ സീറ്റിൽ ഇരിക്കുന്നവർക്ക് ഇപ്പോൾ ഗ്ലാസ് കാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് ആരും ഗ്ലാസ് കാത്തൊന്നിട്ട് വാഹനം ഓടിക്കാറില്ല. അതൊക്കെ കോംപ്രമൈസ് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കൂടി കമ്പനി നൽകിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ആ ഒരു സെൻട്രൽ ടണലിലുള്ള ആ ഒരു സ്റ്റോറേജ് സ്പേസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ബാക്കിൽ ഇരിക്കുന്നവർക്കും കുപ്പിയോ ഫോണോ ഒക്കെ കാര്യങ്ങൾ നമുക്ക് അവിടെ വെച്ച് ഉപയോഗിക്കാം. പിന്നെ ഇനി തേർഡ് റോയിലേക്ക് കയറാനായിട്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ഒരു സെക്കൻഡ് റോ മടക്കിയതിന് ശേഷമാണ് നമ്മൾ തേർഡ് റോയിലേക്ക് കയറാറുള്ളത്. കണ്ട ഈ ഒരു രീതിയിൽ മടക്കിയതിന് ശേഷം തേർഡ് റോയിലേക്ക് കയറാവുന്നതാണ്.
തേർഡ് റോയിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. ചാരിയൊക്കെ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാം, കൈയൊക്കെ വെച്ചിരിക്കാനുള്ളൊരു സ്പേസ് കൂടി കമ്പനി നൽകിയിട്ടുണ്ട്. പിന്നെ തല തട്ടുന്ന ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. പാസഞ്ചർക്കായിട്ട് നല്ല ചെറിയൊരു വിൻഡോ കൂടി നൽകിയിട്ടുണ്ട്, അതും നല്ലൊരു കാര്യമാണ്. തേർഡ് റോയിൽ ഇരിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ കേട്ടോ തേർഡ് റോയിൽ, അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇതൊരു ചെറിയ വാഹനമാണെങ്കിൽ പോലും നല്ല രീതിയിൽ സ്പേസ് മാനേജ് ചെയ്ത് അവർ എടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല പറയാൻ, രണ്ടുപേർക്കും സുഖമായിട്ടിരിക്കാം. ജസ്റ്റ് ഇനി എഞ്ചിനിലേക്കൊന്ന് പോവാം. എഞ്ചിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. 1 ലിറ്റർ 3 സിലിണ്ടറാണ് എഞ്ചിൻ വരുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എഞ്ചിനെക്കുറിച്ച്. ഒരു ഏകദേശം ഒരു 72 PS പവറും ഒരു 96 Nm ടോർക്കുമാണ് വരുന്നത്. 19 റേഞ്ചിലാണ് മൈലേജ് കമ്പനി പറയുന്നത്. അപ്പോൾ ഇതൊരു എൻട്രി ലെവലാണ്, പ്രൈസ് വളരെ കുറവാണ്, ഒരു 5 സീറ്റർ വില മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു മോഡൽ കൂടി എല്ലാവർക്കും പരിഗണിക്കാവുന്നതാണ്. പ്രൊജക്ടർ ലാമ്പ് വരുന്നുണ്ട്, 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും, ടിൽറ്റ് സ്റ്റിയറിംഗ് വരുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും വാഹനത്തിനുള്ളിൽ നൽകി. ആകെ ചെയ്യേണ്ടത് ഒരു സ്റ്റീരിയോയും സെൻട്രലൊക്കെ മാത്രം നിങ്ങൾ എക്സ്ട്രാ ചെയ്താൽ മതി. ബാക്കി ഞാൻ ഈ പറഞ്ഞ ക്രോമൊക്കെ ചോയ്സ് ആണ്. പിന്നെ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ നമുക്ക് അവൈലബിൾ ആണ്, അത് നമുക്ക് എക്സ്ട്രാ വന്നൊരു മാറ്റമാണ്. ക്യാബിൻ ലൈറ്റ് LED ആയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മാറ്റങ്ങൾ സംഭവിച്ചു. ഞാനീ പറഞ്ഞ ക്രോമും വീൽ കപ്പൊക്കെ ചോയ്സ് ആണ്, ആവശ്യമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. സെൻറ്റർ ലോക്കും ഒരു സ്റ്റീരിയോയും ചെയ്ത് കഴിഞ്ഞാൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിങ്ങൾക്ക് ഒരു വാഹനം കൊണ്ടു നടന്ന് ഉപയോഗിക്കാം. ഒരു 10-10,000 രൂപ റേഞ്ചിലാണ് അടവ് വരുന്നത്. ഒരു സാധാരണക്കാരൻ അല്ല ഒരു പ്രൈവറ്റ് ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അഫോർഡബിൾ ആണ് ആ ഒരു EMI എന്ന് പറയുന്നത്. ഇപ്പോൾ വൈഫിന് ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടായിട്ട് നിങ്ങൾക്ക് ഒരു വാഹനം കൊണ്ടു നടക്കാൻ പറ്റുന്നതാണ്. വേറെ ഒന്നുമില്ല പറയാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതുപോലെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്തൊരു ദിവസം വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.